ഹായ്, ഗുഡ് മോർണിംഗ്. അങ്ങൻ്റെ മാതാവു പിതാവുമങ്ങ്, അങ്ങൻ സഖാബന്ധുവുമങ്ങു തന്നെ. അങ്ങൻ്റെ വിദ്യാധനമങ്ങു മാത്രം, അങ്ങാണെനിക്കൊക്കെയുമെൻ്റെ ദേവാ. ശ്രീമദ് ഭഗവത്ഗീത 11-ാം അധ്യായം വിശ്വരൂപ ദർശനയോഗം 31-ാമത്തെ ശ്ലോകമാണ് ചൊല്ലുന്നത്. ആഖ്യാഹി മേ കോ ഭവാനുഗ്രരൂപോ നമോസ്തു തേ ദേവവരപ്രസീദ. വിജ്ഞാതുമിച്ഛാമി ഭവന്തമാദ്യം നഹി പ്രജാനാമി തവ പ്രവൃത്തിം. മലയാളം. നീ ആരിതെന്നോരണമുഗ്രമയ്യോ നമിച്ചിടാം ദേവവരപ്രസീദ. ബോധിച്ചതില്ലിന്നിഹ കാര്യമെന്നായി കുതിപ്പു ഞാനൊട്ടറിവാൻ ഭവാനേ. ഉഗ്രരൂപ ഭവാൻ കഹ. ഉഗ്രരൂപിയായ അങ്ങ് ആരാണെന്ന് മേ ആഖ്യാഹി എനിക്ക് പറഞ്ഞു തന്നാലും. തേ നമഃ അസ്തു അങ്ങയ്ക്ക് നമസ്കാരം. ദേവവരപ്രസീദ ഭഗവാനെ പ്രസാദിക്കണേ. ആദ്യം ഭവന്തം ആദിപുരുഷനായ അങ്ങയെ വിജ്ഞാതുമിച്ഛാമി ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നു. തവ പ്രവൃത്തിം അങ്ങയുടെ പ്രവൃത്തി നഹി പ്രജാനാമി എനിക്ക് മനസ്സിലാവുന്നതേ ഇല്ലല്ലോ. ഇതാണ് അർജുനൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. പേടിച്ച് വിറച്ച് കൈകൂപ്പി നിൽക്കുന്ന അർജുനനെയാണ് നമ്മൾ കണ്ടത്. ഇങ്ങനെയുള്ള മുഖത്തെ കാണുന്നത് എല്ലാ മുഖങ്ങളിൽ കൂടെയും ലോകരായ ലോകർ മുഴുവനും കൂട്ടത്തിൽ ഞാൻ യുദ്ധം ചെയ്യാൻ പോകുന്ന എല്ലാവരും തന്നെ ഓടി വായിലേക്ക് അടുക്കുകയാണ് ചെയ്യുന്നത്. എൻ്റെ ഭഗവാനെ, ഇതെന്തൊക്കെയാണ് കാണുന്നത്? എന്താണ് അങ്ങയുടെ ഈ ഉഗ്രരൂപത്തിന് കാരണം എന്നോ എനിക്കൊന്ന് പറഞ്ഞു തരൂ. അപ്പോഴേക്കും അങ്ങയ്ക്ക് നമസ്കാരം, വീണ് അപേക്ഷിക്കുകയാണ്. അങ്ങയ്ക്ക് നമസ്കാരം, ഭഗവാനെ പ്രസാദിക്കണേ. അങ്ങയെ അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങയുടെ ഈ പ്രവൃത്തിയുടെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് ഒട്ടും തന്നെ മനസ്സിലാവുന്നില്ലല്ലോ എന്നൊക്കെയാണ് അർജുനൻ പറയുന്നത്. ആകെ സ്തബ്ധനായിട്ട് നിൽക്കുകയാണ് അർജുനൻ. എങ്ങനെയാണ് ഇങ്ങനെ ഒരു പരിഭ്രമാവസ്ഥയിൽ നിൽക്കുമ്പോഴേ ഇത് മുഴുവനായിട്ട് ഇതെന്താ ഇതിനിപ്പോൾ കാരണം എന്ന് നിരീക്ഷിക്കാനോ അല്ലെങ്കിൽ അതിനെപ്പറ്റി പഠിക്കാനോ അല്ലെങ്കിൽ ഇതെന്താണെന്ന് ഊഹിക്കാൻ പോലും ഒരു ബുദ്ധി അർജുനന് കിട്ടുന്നില്ല. ഭഗവാനെ, അങ്ങ് ആരാണെന്ന് ഈയുള്ളവനോടൊന്ന് അരുളി ചെയ്യണേ എന്ന് പ്രാർത്ഥിക്കുക മാത്രമേ നിവൃത്തിയുള്ളൂ. അപ്പോൾ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് ജിജ്ഞാസയാണ്, എന്താണ് ഈ ഭാവത്തിന് കാരണം. ആദിപുരുഷനായിട്ടുള്ള അങ്ങയുടെ കുറിച്ച് അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അർജുനനിലുള്ള ഒരു ജിജ്ഞാസ അവിടെ വളരുകയാണ്. ഇനി അറിയണമെന്നുള്ള ആഗ്രഹം. വേറൊരു കാര്യം കൂടിയുണ്ട്. ഈ അങ്ങയുടെ വായിൽ ഞാൻ കണ്ടതെല്ലാം എന്താണ്? ഞാൻ യുദ്ധം ചെയ്യാൻ പോകുന്ന ആൾക്കാരെല്ലാം അങ്ങയുടെ വായിലേക്ക് പ്രവേശിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതും എങ്ങനെയാണ് പ്രവേശിക്കുന്നത്? ചിലർ ഓടിയടുക്കുകയാണ് വായിലേക്ക്, മറ്റു ചിലരെ ഞെരുക്കി കൊല്ലുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പല രൂപത്തിലും എല്ലാവരും തന്നെ അങ്ങയുടെ വായിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. ഈ പ്രവൃത്തി എന്താണ് ഉദ്ദേശം? ഈ പ്രവൃത്തിയുടെ ഉദ്ദേശം എന്താണ്? എനിക്ക് മനസ്സിലാവുന്നേ ഇല്ലല്ലോ. ചിലതിങ്ങനെ നദികൾ ഒഴുകുന്ന പോലെ ഒഴുകി വായിലെത്തുന്നു, മറ്റു ചിലർ ഞെരുക്കി കൊല്ലുന്നു. ഈ രൂപമാറ്റത്തിൻ്റെ ഉദ്ദേശം എന്താണ് എന്ന്. അതിൽ വേറൊരു ധ്വനിയുള്ളത് എന്താ വെച്ചാൽ, ഈ കൗരവ സൈന്യങ്ങളാണല്ലോ പ്രത്യക്ഷമാവുന്നത്, വായിലേക്ക് അപ്രത്യക്ഷമാകുന്നത് അർജുനൻ കാണുന്നത് മറ്റു ലോകരുടെ കൂടെ. ആ കരാള വക്ത്രത്തിൽ ചെന്ന് വീണ് അപ്രത്യക്ഷമാവുമ്പോൾ അർജുനന് ചെറിയൊരു പ്രതീക്ഷയും വരുന്നുണ്ട് അവിടെ. ഞാൻ കൊല്ലാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണല്ലോ ഈ വായിലേക്കെല്ലാം കയറി പോകുന്നത്. അത് എൻ്റെ ഒരു ജയത്തിൻ്റെ സാധ്യത സ്ഥിരീകരിക്കുന്നുണ്ട്. അപ്പോൾ അർജുനന് കുറച്ചൊരു സന്തോഷമുണ്ട്. കാരണം ഭഗവാൻ എന്നൊരു ഉറപ്പ് കിട്ടണം, ഇതെന്താണ് കാര്യം എന്നുള്ളത്. അപ്പോൾ ചെറുതായിട്ടൊരു സംശയമുണ്ട്. ഞാൻ ജയിക്കും എന്നുള്ളത് മുൻകൂട്ടി പ്രവചിക്കുകയാണോ ഭഗവാൻ? അതിനാണോ ഇങ്ങനെ ഒരു വിശ്വരൂപം കാണിച്ചു തന്നത്? ഏതായാലും അർജുനൻ്റെ ഈ ഒരു അവസ്ഥ കണ്ടിട്ട് ഭഗവാൻ ഇനി എന്തിനാണ് ഞാൻ ഈ വിശ്വരൂപം, അല്ലെങ്കിൽ താൻ ആരാണ്, എന്താണ് ഞാൻ ഈ രൂപമാറ്റത്തിൻ്റെ കാരണം എന്താണ്
എന്ന് പറയാൻ പോവാണ് 32ാമത്തെ ശ്ലോകത്തിൽ. അത് ഭഗവാനാണ് പറയുന്നത്. ശ്രീ ഭഗവാനുവാച കാലോസ്മി ലോകക്ഷയകൃത് പ്രവൃദ്ധോ ലോകാൻ സമാഹർത്തുമിഹ പ്രവൃത്ത ഹൃദേബി ത്വാം ന ഭവിഷ്യന്തി സർവേ ഏവസ്ഥിത എന്നാണ് വായിക്കുക. പ്രത്യനീകേഷു യോധ ലോകക്ഷയകൃത് പ്രവൃത്ത. മലയാളം വായിച്ചിട്ട് അർത്ഥം പറയാം. ഭഗവാൻ പറയുന്നു, ലോകക്ഷയത്തിനു തുനിഞ്ഞിറങ്ങി ലോകം വിഴുങ്ങുന്നൊരു കാലനി ഞാൻ, യുദ്ധത്തിലേൽക്കുന്നൊരു വീരവൃന്ദം, നശിച്ചിടും നീയൊഴികെ സമസ്തം. ലോകക്ഷയകൃത്, ലോകത്തെ മുഴുവനും നശിപ്പിക്കാനാണ് ഞാൻ പോകുന്നത്. പ്രവൃദ്ധ കാലഹ അസ്മി, അതിന് ഒരു ശക്തി ആവശ്യമുണ്ടല്ലോ. ലോകത്തെ മുഴുവനായിട്ടും നശിപ്പിക്കാൻ ഒരു ശക്തി ആവശ്യമുണ്ട്. അപ്പോൾ അത്രയും ശക്തി നേടിയിട്ടുള്ള ഒരു കാലനാണ് ഞാൻ. കാലഹ അസ്മി എന്നാണ്, കാലമാണ് ഞാൻ. കാലൻ എന്നല്ല, കാലോസ്മി എന്നാണ്. ലോകാൻ, ലോകങ്ങളെയും, എല്ലാ ലോകങ്ങളെയും, ലോകത്തിലുള്ള എല്ലാവരെയും എടുക്കാം. ലോകം മുഴുവൻ നശിക്കുമ്പോൾ അതിലുള്ള ആൾക്കാരും നശിക്കുമല്ലോ. സമാഹർത്തും, എൻ്റെ ഉദ്ദേശം ഇതാണ്, സംഹരിക്കലാണ്. ഇഹപ്രവൃത്ത, ഇവിടെ ഇപ്പോൾ പുറപ്പെട്ടിരിക്കുന്നത്, അതായത് ഞാൻ ഈ രൂപമാറ്റം നടത്തിയിരിക്കുന്നത് ഇതിനു വേണ്ടിയിട്ടാണ്. പ്രത്യനീകേഷു യേ യോദ്ധാഹ, ഇരു സൈന്യങ്ങളിലുള്ള എല്ലാ യോദ്ധാക്കളും, അവസ്ഥിതാഹ തേ സർവേ ത്വാം ഹൃദേ അഭി, ഇവിടെ നിരന്നു നിൽക്കുന്ന എല്ലാ യോദ്ധാക്കളും, രണ്ട് സേനകളിലുമുള്ള എല്ലാ യോദ്ധാക്കളും, നീ ഇല്ലെങ്കിലും, യുദ്ധം ചെയ്താലും ചെയ്തില്ലെങ്കിലും, ന ഭവിഷ്യന്തി, ഇല്ലാതായിത്തീരും, ആരും തന്നെ ബാക്കിയാവാൻ പോകുന്നില്ല. അപ്പോൾ വളരെ ക്ലിയറാക്കി കൊടുത്തു ഞാൻ എന്തിനാണ് വന്നിരിക്കുന്നത്. ലോകത്തെ നശിപ്പിക്കാനാണ് വരുന്നത്. അതിനുള്ള സമയമായി, സംഹാരമാണ് ഇപ്പോൾ എൻ്റെ ഉദ്ദേശം. ആരെയാണ് സംഹരിക്കുന്നത്? നിൻ്റെ മുന്നിൽ തന്നെ നിരന്ന് നിൽക്കുന്ന കൗരവരായാലും വേണ്ടില്ല, യുദ്ധം ചെയ്യുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവുമല്ലോ മരണം. അവരെ എല്ലാവരെയും, യോദ്ധാക്കളെ മുഴുവനായിട്ടും നശിപ്പിക്കണം. കാരണം എന്താണ്? ഒരു സംഹാരം നടന്നാലേ ഇന്നലെയുടെ ഒരു ശവകുടീരം കാണണം, എങ്കിലേ എന്തുണ്ടാവുള്ളൂ, ഇന്ന് എന്നുള്ള ഒരവസ്ഥ ഉണ്ടാവുള്ളൂ. ഇന്ന് എന്താണ്? തുടർച്ചയാണ്. ഇന്നലെ എന്താണ്? സംഹാരമാണ്. അപ്പോൾ സൃഷ്ടി വരണമെങ്കിൽ സംഹാരം നടക്കണം. നമ്മളുടെ അവസ്ഥ അങ്ങനെ തന്നെയല്ലേ. ഒരു കുട്ടി ജനിക്കുന്നു, ശൈശവാവസ്ഥയിലെത്തുന്നു. ആ ശൈശവാവസ്ഥ മരിക്കുമ്പോഴാണ് കൗമാരം വരുന്നത്. അത് നശിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ മരിക്കുമ്പോഴാണ് യൗവനം വരുന്നത്. യൗവനം മരിക്കുമ്പോഴാണ് വാർദ്ധക്യം വരുന്നത്. ഇതൊക്കെ പ്രപഞ്ചത്തിൽ നടന്നു വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിൽ നിന്ന് നമ്മളോട് പറയുന്നത് എന്താ വെച്ചാൽ, എന്താണ് നമ്മളുടെ ജീവിത രഹസ്യം, എന്താണ് ജീവിത ഉദ്ദേശം എന്നൊന്നും മനസ്സിലാക്കാതെ തെറ്റായ ജീവിത മൂല്യങ്ങളൊക്കെ അവലംബിച്ച് വഴിതെറ്റിപ്പോയ ജനങ്ങളെ ഈ ലോകത്തിൽ നിന്ന് തന്നെ തുടച്ചു നീക്കലാണ് എൻ്റെ ലക്ഷ്യം. അങ്ങനെ കൂടെ അതിൽ നിന്ന് അർത്ഥമെടുക്കണം. കാരണം അർജുനനോടാണ് പറയുന്നതെങ്കിലും ലോകസംഹാരകമായ കാലമാണ് ഞാൻ എന്നാണ് പരിചയപ്പെടുത്തുന്നത്. അതാണ് ഞാൻ. അപ്പം എന്താണ് കരുണാമയനായ ഭഗവാൻ എന്നേ കേട്ടിട്ടുള്ളൂ. എന്തിനാണ് ഇങ്ങനെ സംഹാരതാണ്ഡവം ആടുന്നത് എന്ന ഇതാണല്ലോ നമ്മുടെ സംശയം. കാരണം ഒരു കെട്ടിടം പഴയതായി കഴിഞ്ഞാൽ അത് പൊളിച്ചു മാറ്റിയല്ലേ പറ്റുള്ളൂ, എന്നാലല്ലേ പുതിയ കെട്ടിടം അവിടെ നിലനിൽക്കുള്ളൂ, അല്ലെങ്കിൽ പുതിയത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പഴയതിൻ്റെ മുകളിൽ കൂടെ ആരും കെട്ടില്ലല്ലോ. അതേപോലെ തന്നെയാണ്, എപ്പോഴാണോ ഇവിടെ നാശം അത്യാവശ്യം, പണ്ടേ പറഞ്ഞിട്ടുണ്ടല്ലോ ധർമ്മസംസ്ഥാപനാർത്ഥായ എന്ന്. അപ്പോൾ എവിടെയെല്ലാം അധർമ്മം തലപൊക്കുന്നോ ആ അധർമ്മങ്ങളെ മുഴുവൻ നശിപ്പിച്ച് ധർമ്മത്തെ രക്ഷിക്കലാണ് എൻ്റെ ജോലി എന്ന് ഭഗവാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഭൂമിയെ തന്നെ നശിപ്പിക്കുന്ന ഛിദ്രശക്തികളെ മുഴുവനും ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഉഗ്രരൂപം
സ്വീകരിച്ചിരിക്കുന്നത്. അധർമ്മത്തെ മുഴുവനായിട്ടും തുടച്ചു നീക്കി ധർമ്മത്തെ രക്ഷിക്കുക, പുനഃപ്രതിഷ്ഠിക്കുക എന്നാണ് എൻ്റെ ഉദ്ദേശം എന്ന് ഭഗവാൻ അവിടെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. അത് നമ്മൾ ജീവിച്ചിരിക്കുന്ന മനുഷ്യരതിൽ തൽപരരായാലും ആയില്ലെങ്കിലും കാലം അതിൻ്റേതായ രൂപത്തിൽ മാറ്റങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും. തൻ്റെ പ്രവൃത്തി, തൻ്റെ കൃത്യം നിർവഹിച്ചുകൊണ്ടിരിക്കും. നമ്മളവിടെ സഹകരിക്കുകയാണ് നല്ലത് എന്ന് മാത്രമേ ഉള്ളൂ. അർജുനനോട് പറയുകയാണ്, നീ ഇപ്പോൾ സഹകരിച്ചാലും സഹകരിച്ചില്ലെങ്കിലും, നീ യുദ്ധം ചെയ്താലും ശരി ചെയ്തില്ലെങ്കിലും ശരി, എന്താണ്, ഈ യോദ്ധാക്കളൊന്നും അവശേഷിക്കാൻ പോകുന്നില്ല. അവരെ അധാർമിക പ്രവൃത്തികൾ ചെയ്യുന്ന ആര് തന്നെയായാലും അവരെ ഞാൻ അധികകാലം ഉറപ്പിക്കാൻ പോകുന്നില്ല. അവരുടെ നാശം അടുത്തു കഴിഞ്ഞു. അപ്പോൾ കാലശക്തി തന്നെ കൗരവപ്പടയെ മുഴുവനും നശിപ്പിച്ചു കഴിഞ്ഞു. ഇനി നീ എന്ത് ചെയ്യണം? ഇവിടെ വെറുതെ ഒരാളായി നിന്ന് കൊല്ലുന്നത് പോലെ കാണിക്കുക എന്ന് നമ്മൾ പറയില്ലേ, അതേപോലെ നിൻ്റെ ഒരു സ്വന്തം ധർമ്മം അനുഷ്ഠിക്കുക മാത്രമേ ചെയ്യാനുള്ളൂ അർജുന. ഇതിനോട് സഹകരിക്കുക. നേരത്തെ പറഞ്ഞ പോലെ കാലം അതിൻ്റേതായിട്ടുള്ള കൃത്യങ്ങൾ നിർവഹിക്കുന്നുണ്ട്. നീ അതിൽ സഹകരിക്കുക മാത്രമേ വേണ്ടൂ. വിജയം സുനിശ്ചിതം തന്നെ. ചെറിയ സംശയം ഉണ്ടെങ്കിൽ തീർന്നോട്ടെ. നിൻ്റെ വിജയം ഉറപ്പ് തന്നെയാണ്. അതിനാൽ അർജുന, നീ നിർഭയനായിട്ട് നിൻ്റെ കർമ്മം അനുഷ്ഠിക്കൂ എന്ന് ഉപദേശിക്കുകയാണ് അടുത്ത ശ്ലോകത്തിൽ. 33-ാമത്തെ ശ്ലോകം. തസ്മാത് ത്വമുത്തിഷ്ഠ യശോ ലഭസ ജിത്വാ ശത്രൂൻ ഭുങ്ക്ഷ്വ രാജ്യം സമൃദ്ധം മയൈവ ഏതേ നിഹതാ പൂർവമേവ നിമിത്തമാത്രം ഭവ സവ്യസാചിൻ. മലയാളം. അതോർത്തെഴുന്നേൽക്കു, യശസ്സു നേടൂ, ജയിച്ചു ശത്രുക്കളെ രാജ്യമേൽക്കൂ, ഹനിച്ചു ഞാനിന്നിവരെ സമസ്തം നിമിത്തമായി തീരുക സവ്യസാചിൻ. തസ്മാത് ത്വം ഉത്തിഷ്ഠ, അതിനാൽ നീ എഴുന്നേൽക്കൂ, ശത്രുവും ജിത്വ യശഃ ലഭസ്വ, ശത്രുക്കളെ ജയിച്ച് കീർത്തി സമ്പാദിക്കൂ, സമൃദ്ധം രാജ്യം ഭുങ്ക്ഷ്വ, ഐശ്വര്യപ്രദമായ രാജ്യം അനുഭവിക്കൂ, മയാ ഏവ ഏതേ പൂർവം ഏവ നിഹതാഹ, ഞാൻ തന്നെ ഇവരെയൊക്കെ ആദ്യമേ കൊന്നുകഴിഞ്ഞിരിക്കുന്നു. സവ്യസാചിൻ, സമർത്ഥനായിട്ടുള്ള അർജുന, ത്വം നിമിത്തമാത്രം ഭവ, നീ നിമിത്തമാത്രമായി ഭവിച്ചാലും. അർജുനന് ചെറിയൊരാശ്വാസമായി. എന്താണ് ഭഗവാൻ പറയുന്നത്? നീ എഴുന്നേൽക്കൂ അർജുന, ശത്രുക്കളെയൊക്കെ ജയിച്ച് നല്ല കീർത്തി സമ്പാദിക്കൂ, നിനക്ക് യശസ്സ് കിട്ടും, കീർത്തി കിട്ടും, രാജ്യം കിട്ടും, ഐശ്വര്യസമൃദ്ധമായ രാജ്യം കിട്ടും. ഞാനിവരെയൊക്കെ ആദ്യമേ, ഈ കാലശക്തി ഞാനിവരെയൊക്കെ ആദ്യമേ കൊന്നു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നീ എൻ്റെ കയ്യിലൊരു ഉപകരണം മാത്രമായിട്ട് പ്രവർത്തിച്ചാൽ മതി. നമ്മളെല്ലാവരും ഭഗവാന്റെ കയ്യിലെ ഉപകരണങ്ങളാണ് എന്ന് ചിന്തിച്ചാൽ മതി. പക്ഷേ ആ ചിന്ത നമുക്ക് അത്ര പെട്ടെന്ന് കിട്ടില്ല. കാരണം നമ്മുടെ ഉള്ളിൽ എപ്പോഴും എന്താണ്? അഹന്തയാണ്, അഹങ്കാരമാണ്. ഏതൊരു പ്രവൃത്തി ചെയ്താലും നമ്മൾ അത് ഞാനാണ് ചെയ്തത്, ഇതെൻ്റെ ഒരു കഴിവാണ് എന്നാണ് ചിന്തിക്കുന്നത്. ഇതൊന്നും നമ്മുടെ കഴിവല്ല, ഇതെല്ലാം ഭഗവാൻ തന്നെ ചെയ്യിക്കുന്നതാണ്. നമ്മുടെ ജീവിതം തന്നെ ഭഗവാന്റെ കയ്യിലാണ്. അടുത്ത നിമിഷം നാം എന്ത് ചെയ്യണമെന്ന് നിശ്ചയിക്കുന്നതും ഭഗവാനാണ്. ഈ തത്വം ഒന്ന് മനസ്സിലാക്കണം മനുഷ്യർ. അത് മനസ്സിലാകാതെ നമ്മളിങ്ങനെ അഹങ്കരിച്ച് മാത്രം നടക്കുകയാണ്. അപ്പോൾ ചില ഫലങ്ങൾ, നല്ല അനുഭവങ്ങൾ നമുക്ക് കിട്ടുമ്പോൾ അഹങ്കാരം കൂടും. ഞാൻ നേടിയതാണ് ഇത് എന്ന്. പക്ഷേ നമുക്ക് ചീത്ത ഫലങ്ങൾ വരുമ്പോഴോ അതൊട്ട് സഹിക്കാനുള്ള ശക്തിയും കിട്ടില്ല. അപ്പോൾ ഈ അഹങ്കാരം കൊണ്ടൊന്നും കാര്യമില്ല. നമ്മളിങ്ങനെ നെട്ടോട്ടം ഓടുകയാണ്. മരണം വരെ നമ്മൾ ഓടിക്കൊണ്ടേയിരിക്കും. എവിടേക്കാണ് ഓടുന്നത്? ആഗ്രഹങ്ങളുടെ പിന്നാലെയാണ് നമ്മൾ ഓടുന്നത്. അങ്ങനെ ഓടി ഓടി അവസാനം എന്തിലേക്കാണ് എത്തുന്നത്? നദികൾ സമുദ്രത്തിലെത്തുന്ന പോലെ നമ്മുടെ അവസാനം എപ്പോഴും എന്താണ്? മരണമാണ്. പക്ഷെ അതോർക്കില്ല. അവസാന നിമിഷം വരെയും നമ്മൾ ഓടിക്കൊണ്ടേയിരിക്കും. ഓരോ ആഗ്രഹങ്ങളുടെയും പിന്നാലെ ഓടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഭഗവാന്റെ കയ്യിലെ ഉപകരണങ്ങൾ മാത്രമാണ് നമ്മളെല്ലാവരും തന്നെ. ആരൊക്കെ എപ്പോൾ എങ്ങനെയൊക്കെ മരിക്കണം എന്ന് നിശ്ചയിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഭഗവാൻ. അതുകൊണ്ട് അർജുനനോട് പറയാണ്, നീ യുദ്ധം ചെയ്താലും ചെയ്തില്ലെങ്കിലും
ഈ കാണുന്ന ഇവരെല്ലാവരും തന്നെ, ഈ യുദ്ധക്കളത്തിൽ കാണുന്ന എല്ലാവരും തന്നെ മരണപ്പെട്ട് കഴിഞ്ഞിരിക്കും. നീ യുദ്ധം ചെയ്തില്ലെങ്കിൽ അത് നിനക്ക് മാത്രം നഷ്ടം. കാരണം എന്താണ്? നിന്നെ ഭീരു ഭീരു എന്നെല്ലാവരും വിളിക്കും. അപ്പം ഞാൻ ഇവരെ കൊല്ലാൻ പോകുന്നു എന്ന് നീ ചിന്തിക്കരുത് ഒരിക്കലും. അത് നിൻ്റെ അഹങ്കാരമാണ്. ആ അഹങ്കാരത്തെ മാറ്റി നിർത്തും. ഇവരെല്ലാം മരിച്ചു കഴിഞ്ഞു. എൻ്റെ കയ്യിൽ ഇവരെല്ലാം മരണപ്പെട്ട് കഴിഞ്ഞു. നീ എൻ്റെ കയ്യിലെ ഒരു ഉപകരണമായിട്ട് അവരെ കൊല്ലുകയാണ്. ഞാൻ കൊല്ലുന്നു എന്ന് ചിന്തിക്കരുത്. അതിനു പകരം ഭഗവാന്റെ ഒരു ഉപകരണമായി പ്രവർത്തിക്കുന്നു എന്ന് ഒരു നിമിത്തം മാത്രമായിട്ട് പ്രവർത്തിക്കൂ. അങ്ങനെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നിനക്ക് എന്താണ്? കീർത്തി സമ്പാദിക്കാം. അല്ലെങ്കിൽ ഭീരു എന്ന് വിളിക്കുന്ന ജനങ്ങൾ ഇപ്പോൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിന്നെ വീര്യൻ അല്ലെങ്കിൽ അർജുന, മഹാനായ അർജുന എന്ന് വിളിക്കും. യശസ്സാണ് അവിടെ കിട്ടാൻ പോകുന്നത്. കീർത്തി, സ്ഥാനലാഭം, ഐശ്വര്യസമൃദ്ധമായ രാജ്യം, ഇതൊക്കെയാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. അതുകൊണ്ട് അർജുന, നീ എഴുന്നേൽക്കൂ, ശത്രുക്കളെ ജയിക്കൂ. അഭിനയിച്ചാൽ മതി എന്ന് പറയണ പോലെ ശത്രുക്കളെ ജയിച്ച് കീർത്തി സമ്പാദിക്കൂ. ഞാൻ അവരെയൊക്കെ കൊന്നു കഴിഞ്ഞു, നീ കൊല്ലുന്നു എന്ന ഞാനാണ് കൊല്ലുന്നത് എന്ന് ചിന്തിക്കാതെ ഭഗവാന്റെ കയ്യിലെ ഉപകരണമാണ് ഞാൻ എന്ന് ചിന്തിച്ച് നീ പ്രവർത്തിക്കൂ. അപ്പോൾ നമ്മളുടെയൊക്കെ ഇപ്പോൾ ഈ പലതരം ഇപ്പോഴത്തെ ശാസ്ത്രം വികസിക്കുന്നതിനനുസരിച്ച് എല്ലാവരുടെയും വിചാരം അവരാണ് അതുണ്ടാക്കിയത് എന്നാണ്. അതൊന്നുമല്ല. ഇപ്പോൾ റേഡിയോ ഉണ്ടാക്കി, വിമാനം ഉണ്ടാക്കി, ഇതൊക്കെ എങ്ങനെയാണ്? അതിലേക്ക് ആവശ്യമായിട്ടുള്ള ആകാശം, വായു, ഇലക്ട്രിസിറ്റി, കറണ്ട്, ഇതൊക്കെ ആരാണ് തരുന്നത്? സാക്ഷാൽ ഭഗവാന്റെ ആണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഇതൊന്നും നമ്മുടെ കയ്യിൽ മനസ്സിലാക്കണം. ഓക്കെ, 33 വരെ ചൊല്ലി. അസ്മിൻ പരാത്മന്നനുപാത്മകൽപേ ത്വമിദ്ധമുദ്ധാപിത പത്മയോനി അനന്തഭൂമാമരോഗരാശിം നിരുന്ധിവാദാലയ വാസവിഷ്ണോ.